വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമായ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വചനവുമായി ഒരിക്കൽ കൂടി ഈ ദൈവജനത്തിന് മുമ്പിൽ നിൽക്കുവാൻ അവിടുന്ന് കർത്താവ് തന്ന വലിയ കൃപയോർത്ത് മുന്നമേ അവൻ്റെ നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 9-ാം വാക്യം, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും മൂടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. ഇത് എന്താണ്? നമുക്കറിയാം, ഇസ്രായേലിൽ ശൗൽ രാജാവായി വന്നു. ശൗൽ പാപം ചെയ്തു, ശൗൽ തെറ്റിപ്പോയി. അതിനുശേഷം ദാവീദ് രാജാവായി വന്നു. ദാവീദ് ഇസ്രായേൽ ജനത്തെ നയിച്ചു. അതിനുശേഷം മകനായ ശലോമോൻ രാജാവായി. ശലോമോന് ശേഷം ശലോമോൻ്റെ മകൻ രഹബയാം രാജാവായി വന്നപ്പോൾ ഇസ്രായേൽ 2 രാജ്യമായി പിരിഞ്ഞു, വടക്കും തെക്കുമായി മാറി. രഹബയാമിന് വിവേകമുണ്ടായിരുന്നില്ല. രഹബയാമിൻ്റെ അവിവേകത്തോടു കൂടിയുള്ള തീരുമാനം വടക്കേ രാജ്യമായി ഇസ്രായേലിനെയും തെക്കേ രാജ്യമായി യഹൂദയും ഉണ്ടാക്കി. അങ്ങനെ ഇസ്രായേൽ ജനം 2ആയി തീർന്നു. വടക്കേ ഗോത്രങ്ങൾ ഇസ്രായേൽ എന്നറിയപ്പെട്ടു, തെക്കേ ഗോത്രങ്ങൾ യഹൂദ എന്നറിയപ്പെട്ടു. അതിനുശേഷം യഹൂദയുടെ രാജാവായി അബിയാവ് വന്നു. അതിനുശേഷം അബിയാവിൻ്റെ മകനായ ആസ യഹൂദയുടെ രാജാവായി വന്നു. ആസയോട് ദർശകനായ ഹനാനി പറയുന്ന വാക്കുകളാണ്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയുടെ എല്ലായിടവും മൂടാടിക്കൊണ്ടിരിക്കുന്നുവെന്ന്, ഇതിൽ നിനക്ക് പോഷത്വം ഭവിച്ചുവെന്ന്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളവ ചെയ്തു. അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. അങ്ങനെ യഹൂദ യഥാസ്ഥാനപ്പെട്ടു. യഹൂദയിൽ നിന്ന് യുദ്ധങ്ങൾ മാറി. യഹോവയുടെ കൈ യഹൂദയെ ഭരിച്ചു തുടങ്ങി. ആസയിലൂടെ യഹോവ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. യഹോവയെ ഭജിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ്. ദാവീദിന് ശേഷം യഹോവയെങ്കിലേക്ക് കണ്ണുയർത്തിയ ഒരു പൈതലായിരുന്നു, ഒരു രാജാവായിരുന്നു ആസ. വീണ്ടും നാം മുന്നോട്ട് വായിക്കുമ്പോൾ ആസയ്ക്ക് അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആസയ്ക്ക് വൻ പരിചയും കുന്തവും എടുത്തവരായി 3 ലക്ഷം യഹൂദരും 2,85,000 ബെന്യാമീനരും ഉള്ള ഒരു സൈന്യമുണ്ടായിരുന്നു. മുന്നോട്ട് വന്നപ്പോൾ അതിനുശേഷം വലിയ 10 ലക്ഷത്തിൻ്റെ ഒരു വലിയ സൈന്യം, ഒരു വലിയ രാജ്യം ഈ യഹൂദയ്ക്ക് നേരെ വരികയാണ്. എത്യോപ്യൻ രാജാവ് യഹൂദയ്ക്ക് നേരെ വരുന്നു. അവർക്ക് 10 ലക്ഷം ആളും 300 രഥവുമുള്ള വലിയ ഒരു സൈന്യമാണ്. ഇവിടെ ആകെ ആസയുടെ കയ്യിൽ എത്ര പേരുണ്ട്? 3 ലക്ഷം യഹൂദരും ചെറുപരിചയം എടുപ്പാനും വില്ല് കുലപ്പാനും പ്രാപ്തരായ 2,85,000 ബെന്യാമീനരും. കൂട്ടിനോക്കിയാൽ കൂടിപ്പോയാൽ 6 ലക്ഷമായ ഒരു ചെറിയ സൈന്യവുമായി ആസ നിൽക്കുന്നു. എന്നാൽ 10 ലക്ഷത്തിൻ്റെ വലിയ സൈന്യവും 300 രഥവുമായി എത്യോപ്യൻ രാജാവ് യഹൂദയ്ക്ക് നേരെ വരികയാണ്. അപ്പോൾ ആസ അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആസ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിക്കുകയാണ്. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നുവെന്ന് അടിയങ്ങളെ ബലഹീനരായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആശയങ്ങ് പ്രതിഷ്ഠിക്കുമാണ്. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നുവെന്ന്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ ചെല്ലുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ യഹോവയുടെ മറുപടി എന്താണ്? 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, അപ്പോൾ യഹോവ ആസിയുടെയും യഹൂദയുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി. കൂശ്യരെന്ന് പറഞ്ഞാൽ എത്യോപ്യക്കാർ. 10 ലക്ഷവും 300 രഥങ്ങളുമായി വന്ന ആ എത്യോപ്യരെ
6,00,000 സൈന്യബലമുള്ള ആസയുടെ മുന്നിൽ തോൽക്കുമാറാക്കി. വീണ്ടും വായിക്കുമ്പോൾ അതിന് 14-ാം അധ്യായത്തിൽ നാം കേൾക്കുകയാണ്, യഹോവയെങ്കിൽ നിന്ന് ഒരു ഭീതി അവരുടെ മേൽ വന്നു. വീണ്ടും വായിക്കുന്നു, കൂശ്യരാരും ജീവനോടെ ശേഷിക്കാതെ പട്ടുപോയി എന്ന്. അന്ന് ദാവീദിൻ്റെ ദൈവമായിരുന്നു യഹോവ. ഇന്ന് ആസയിൽ യഹോവ പ്രസാദിച്ചിരിക്കുന്നു. ആസ അശേര പ്രതിഷ്ഠകളെ തകർത്ത് കളഞ്ഞിരിക്കുന്നു, ബിംബങ്ങളെ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു, ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, യഹോവയെങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ 6,00,000 ആയിക്കോട്ടെ, 3,00,000 ആയിക്കോട്ടെ, 10,00,000 ആയിക്കോട്ടെ, എത്ര വലിയ സൈന്യങ്ങൾ വന്നപ്പോഴും അവരുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ അവിടുന്ന് ജയം കൊടുത്ത ഒരു ദൈവം ആസയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ആസയോട് പറയുകയാണ്, നിങ്ങൾ യഹോവയോട് കൂടി ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെയും ഇരിക്കുമെന്ന്. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തുമെന്ന്. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കുന്നുവെന്ന് 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 8-9 അധ്യായങ്ങളിലേക്ക് വന്നപ്പോൾ ആസ വീണ്ടും വീണ്ടും ദൈവക്രമത്തിലേക്ക് വരികയാണ്. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യങ്ങളിൽ, അവസാന വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളയുകയും യഹോവയുടെ മണ്ഡപത്തിന് മുമ്പിലുള്ള യഹോവയുടെ യാഗപീഠം ആസ പുതുക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിൽ ശങ്ക കൂടി. ഇസ്രായേലും യഹൂദയും രണ്ടായി പിരിഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേലിലെ ഗോത്രങ്ങൾ യഹോവ ആസയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമായ യഹോവ അവനോട് കൂടെയുണ്ട്. ആരോട് കൂടെ? ആസയോട് കൂടെയുണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേരുകയാണ്. ഇങ്ങനെ അവർ ആസയുടെ വാഴ്ചയുടെ 17-ാം ആണ്ടിൽ ആസ വലിയൊരു മീറ്റിംഗ് നടത്തുകയാണ്, വലിയൊരു യോഗം നടക്കുകയാണ്, വലിയൊരു കൂട്ടായ്മ നടക്കുകയാണ്. അവിടെ അനേകർ വരുന്നുണ്ട്. ബെന്യാമീനരും യഹൂദരുമല്ല, അനേകർ വരുന്നു. എഫ്രൈം വരുന്നു, അനേക വടക്കൻ ഗോത്രങ്ങളിൽപ്പെട്ടവർ വരുന്നു. അവർ വന്ന് ഒരു സത്യം ചെയ്യുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കുമെന്ന് ഒരു നിയമം ചെയ്യുകയാണ്. യഹോവ ആസയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. ആസ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുകയാണ്. അതിനുശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ അമ്മയായ തൻ്റെ അമ്മച്ചിയെ, അവൾ അശേരയ്ക്കൊരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവിടുന്ന് ആ രാജ്ഞിയുടെ സ്ഥാനത്ത് നിന്ന് ആസയങ്ങ് നീക്കിക്കളയുകയാണ്. അവളുടെ മ്ലേച്ഛ വിഗ്രഹം ആസ വെട്ടി തകർത്ത് ചുട്ടുകളഞ്ഞു. മ്ലേച്ഛ വിഗ്രഹങ്ങളെ ചുട്ടുകളഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ആസ ഇങ്ങനെ നിന്നു പോവുകയാണ്. എങ്കിലും ആസയുടെ ഹൃദയം അവൻ്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ വാഴ്ചയുടെ 35-ാം ആണ്ട് വരെ പിന്നെ ആ ദേശത്ത് യുദ്ധമുണ്ടായിരുന്നില്ല, യഹൂദയിൽ യുദ്ധമുണ്ടായിരുന്നില്ല. ഇസ്രായേലിൽ നിന്ന് ഗോത്രങ്ങൾ യഹൂദയിലേക്ക് വന്നു തുടങ്ങി. അവർക്ക് ദാവീദിനെ അറിയാം, ദാവീദിനെ കണ്ട ഒരു ദൈവത്തെ അറിയാം. അനേക ഗോത്രങ്ങൾ ഇപ്പോൾ ഇസ്രായേലിലാണ്, ജാതീയ രാജാവാണ്. അവർ യഹോവയെ കണ്ടു തുടങ്ങി. ആസയുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു യഹോവയെ കണ്ടുകൊണ്ട് അനേകർ ഇസ്രായേലിൽ നിന്ന് യഹൂദയിലേക്ക് വന്നു തുടങ്ങി. എന്നാൽ ആസയ്ക്കൊരു ടെസ്റ്റ് വരികയാണ്, ആസയ്ക്കൊരു ടെസ്റ്റ് ഡോസ് കൊടുക്കുകയാണ്. അതിൻ്റെ 16-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 36-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ബേസ് യഹൂദയ്ക്ക് നേരെ വരികയാണ്. എന്താണ് ഇസ്രായേലിൽ സംഭവിക്കുന്നത്? യഹൂദ പ്രബലപ്പെടുന്നു, യഹൂദ രാജാവായ ആസ പ്രബലപ്പെടുന്നു. അതുകൊണ്ട് അനേകർ കവാടങ്ങൾ ഭേദിച്ചുകൊണ്ട് ദൈവജനത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ഒരാൾക്ക് ഒരു കൂട്ടായ്മയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ അനേകർ നിങ്ങളെ അന്വേഷിച്ചു വരും. ഇസ്രായേലിൽ നിന്ന് യഹോവയെ അന്വേഷിച്ച് യഹൂദയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ഇസ്രായേൽ രാജാവിന് ഭയം തട്ടി. അനേക ഗോത്രങ്ങൾ
ദൈവത്തെ അന്വേഷിച്ച് യഹൂദയിലേക്ക് പുറപ്പെടുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ ഒരു വലിയ മതിൽ കെട്ടുകയാണ്. അവിടെ വലിയ പട്ടണങ്ങൾ ബന്ദോബസ്താക്കുകയാണ്. അപ്പോൾ ആസ ഭയപ്പെട്ടു പോയി. ആസയിൽ ഭയം വരികയാണ്. അവിടുന്ന് 10 ലക്ഷം പടജനങ്ങളും 300 രഥങ്ങളും തൻ്റെ നേരെ വന്നപ്പോൾ ഭയപ്പെടാതെ നസ്രായനായ യേശുവിനെ വിളിച്ച, സർവശക്തനായ ദൈവത്തെ വിളിച്ച ആസ ഇവിടെ ഒരു വലിയ അപകടത്തിലേക്ക് പോവുകയാണ്. അവിടെ ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നുമൊക്കെ എടുക്കുകയാണ്. ദമ്മേശക്കിൽ അരാം രാജാവ് ആരാണ്? ജാതീയ രാജാവായ അരാം രാജാവിന് കൊണ്ടേ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്കും നിനക്കും തമ്മിൽ സഖ്യതയുണ്ടല്ലോ എന്ന്. ജാതീയ രാജാവായ അരാം രാജാവിനും ഈ ദൈവത്തിൻ്റെ ഭൃത്യനായ ആസയ്ക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. എൻ്റെ അപ്പനും നിൻ്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടായിരുന്നു. ആരാണ് ആസയുടെ അപ്പൻ? ദൈവത്തെ വിട്ട രാജാവാണ് ആസയുടെ അപ്പൻ. ആസ ഇപ്പോൾ അതൊക്കെ ചികഞ്ഞു പോവുകയാണ്. എൻ്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടായിരുന്നുവെന്ന്. ദൈവവും ജാതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ, ദൈവജനവും അശുദ്ധജനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ ആസ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്, ഞാനും നീയും തമ്മിൽ സഖ്യതയുണ്ടായിരുന്നുവെന്ന്, എൻ്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടായിരുന്നുവെന്ന്. അങ്ങനെ അരാം രാജാവ് വടക്ക് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഇസ്രായേൽ ജനം, ഇസ്രായേൽ പട അവിടുന്ന് സിറിയൻ സൈന്യത്തിൻ്റെ പിറകെ പോകുന്നു. എന്നാൽ അന്ന് ആസയ്ക്കൊരു നീക്കുപോക്ക് കിട്ടിയെങ്കിലും ദർശകനായ ഹനാനി അവിടെ യഹൂദ രാജാവായ ആസയുടെ രാജ്യത്തിലേക്ക്, ആ രാജസന്നിധിയിലേക്ക് കയറിച്ചെന്ന് ഇപ്രകാരം പറയുകയാണ്. 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവായ സിറിയ രാജാവിൽ ആശ്രയിക്കൊണ്ട് സിറിയ രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരുന്നു. കൂശിരും എന്ന് പറഞ്ഞാൽ എത്യോപ്യരും ലൂബ്യരും ലിബിയക്കാരും അനവധി രഥങ്ങളോടും കുതിരസേവകരോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നില്ലയോ, വലിയൊരു സൈന്യമായിരുന്നില്ലേ അന്ന് നിന്നെ നേരിടാൻ വന്നത്? അന്ന് ഞാൻ നിനക്കൊരു ജയം തന്നതല്ലേ? അവരെല്ലാം പട്ടുപോയല്ലോ, അവരെല്ലാം മരിച്ചു പോയല്ലോ, അവരെ നീ കൊള്ളയിട്ടല്ലോ, ആ കൊള്ള നീ ദൈവത്തിന് നിവേദിച്ചിരുന്നല്ലോ. എന്നാൽ നിനക്കിപ്പോൾ എന്തു പറ്റി മകനേ എന്ന് ആ പ്രവാചക ശബ്ദം അവിടെ മുഴങ്ങുകയാണ്. വീണ്ടും പറയുന്നു, എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ അന്ന് ഏൽപ്പിച്ച് തന്നിരുന്നു. വീണ്ടും പറയുന്ന വാക്യമാണ് അതിൻ്റെ 16-ാം അധ്യായം 9-ാം വാക്യം, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയുടെ എല്ലായിടവും മൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. എന്നാൽ ഇപ്പോൾ ഈ ഇസ്രായേൽ രാജ്യത്തോടുള്ള പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ നീ ഒരു മണ്ടത്തരം, നീ ഒരു ഭോഷത്വം പ്രവർത്തിച്ച് കളഞ്ഞല്ലോ മകനെ എന്ന്. ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകുമെന്ന്. 35-ാം സംവത്സരം വരെ യുദ്ധങ്ങളെ മാറ്റി നിർത്തി ഇസ്രായേൽ ജനത്തെ കൂടെ യഹൂദയിലേക്ക് കൊണ്ടുകൊണ്ട് ഒരു വലിയ രാജ്യമാക്കുവാൻ യഹോവ ആഗ്രഹിച്ച ആസയിൽ പാപം വന്നിരിക്കുന്നു. നിത്യ ദൈവത്തെ മറന്നു കളഞ്ഞിരിക്കുന്നു. തന്നെ രക്ഷിച്ച ദൈവത്തെ മറന്നു കളഞ്ഞിരിക്കുന്നു. അവിടുത്തെ വിജാതീയ രാജാവിനോട് സഖ്യത ഉണ്ടാക്കിയിരിക്കുന്നു. അശുദ്ധരുടെ പുറകെ പോയിരിക്കുന്നു. നമുക്ക് തമ്മിൽ സഖ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ദൈവത്തെ വിട്ട സ്വന്തം അപ്പനും അന്ന് സിറിയൻ രാജാവും തമ്മിൽ സഖ്യത ഉള്ളതുപോലെ ആ ബന്ധം ഇപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നു. അന്ന് വിട്ട മ്ലേച്ഛ വിഗ്രഹങ്ങളിലേക്ക് പോകുന്നു. അന്ന് വിട്ട പാപങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾ അനേകർ അങ്ങനെയാണോ ഇവിടെ വന്നിരിക്കുന്നത്? ഏകദൈവമായ ആ ദൈവത്തിൽ വിശ്വസിക്കാതെ, അവിടെ മഹത്വം കൊടുക്കാതെ നീ ഇന്ന് വിജാതിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നുവോ എന്ന്. ആ സമയത്ത് ആസയ്ക്കത് പിടികിട്ടിയില്ല, ആസയ്ക്കത് മനസ്സിലായില്ല. എന്നാൽ അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ആസയ്ക്ക് തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ
കാലിന് ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. അതിന് 39-ാം ആണ്ടിൽ ആസയ്ക്കൊരു ദീനം പിടിക്കുകയാണ്. ദീനം അതികഠിനമാണ്. 36-ാം ആണ്ടിൽ ഒരു ടെസ്റ്റ് വന്നതാണ്. അന്ന് പ്രവാചകൻ പറഞ്ഞതാണ്, മകനെ നിനക്കൊരു അപകടം സംഭവിച്ചു, മകളെ നിനക്കൊരു അപകടം സംഭവിച്ചു, നിന്നെ അന്ന് രക്ഷിച്ചൊരു ദൈവമുണ്ടായിരുന്നു, എന്നാൽ നീ ഇന്ന് ആ ആശ്രയസ്ഥാനം വിട്ടിരിക്കുകയാണ്. നിനക്ക് വലിയ അപകടമാണ് സംഭവിച്ചത്. ആസയ്ക്ക് മാറുവാൻ മനസ്സുണ്ടായിരുന്നില്ല. വീണ്ടും ഒരവസരം കൂടി കർത്താവ് കൊടുത്തു. സർവശക്തനായ ദൈവം അവൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ ഒരു ദീനത്താൽ അവനെ സന്ധിച്ചു. ആ ദീനം അതികഠിനമായിരുന്നു. അതികഠിനമായ വേദനയിലെങ്കിലും ഈ മകൻ എന്നെ ഒന്ന് നോക്കുമോ എന്ന് യഹോവ ആഗ്രഹിച്ചു. വലിയ ഭാരത്തിലും പ്രയാസത്തിലും അതികഠിനമായ വേദനയിൽ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടോ? ഈ ദൂരത്തും ഈ ദൂരപരിധിയിലും യൂട്യൂബിലും അല്ല നിങ്ങളുടെ അടുക്കളയിലും അല്ല നിങ്ങളുടെ ആശുപത്രിയിൽ കിടക്കയിലും അല്ല നിങ്ങൾക്ക് ജീവിതമാർഗമില്ലാതെ, നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വകയില്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കട്ടിലിൽ കിടന്നുകൊണ്ട് എനിക്ക് ഈ വലിയ ദീനം എന്തുകൊണ്ട് പിടിച്ചു, ഇത് കഠിനമായ ദീനമാണല്ലോ എന്ന് ചിന്തിച്ച് ആരെങ്കിലും കിടപ്പുണ്ടോ? മകനേ മകളെ, നിന്നെ നോക്കി ദീനക്കിടക്ക മാറ്റിമറിക്കുന്ന സർവശക്തനായ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. അതികഠിനമായ തോൽവിയിലിരിക്കുന്ന യുവാവേ, നീ പരീക്ഷകളിൽ പരാജയപ്പെട്ടു. നിന്റെ പരാജയം അതികഠിനമായി പോയി. 1-2 വിഷയത്തിലല്ല നീ പരാജയപ്പെട്ടിരിക്കുന്നത്. അതികഠിനമായ പരാജയമാണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത്. നിനക്കത് താങ്ങാൻ കഴിയുന്നില്ല. അല്ല, അതെ, മനുഷ്യനത് താങ്ങുവാൻ സാധിക്കില്ല. മകളെ, നിന്റെ കുടുംബ പ്രശ്നം, നിന്റെ വിവാഹ ജീവിതം നശിച്ചു. നിന്റെ പിതാവ് നിന്നെ സ്നേഹിക്കുന്നില്ല, നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നില്ല, നിന്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിക്കുന്നില്ല, നിന്റെ അധ്യാപകന് നിന്നോട് സ്നേഹമില്ല, നിന്റെ മേലധികാരിക്ക് നിന്നോട് സ്നേഹമില്ല, എൻ്റെ ജോലി അവർ ഗണ്യമാക്കുന്നില്ല. നിന്റെ വേദന എന്താണ്? നിന്റെ വേദന അത് കഠിനമാണോ? നീ മഹാബലിയ ഭയത്തിലാണോ? നിന്റെ പ്രയാസം എന്താണ്? അതികഠിനമായ ഭയത്തിൽ ആരെങ്കിലും വന്നിരിപ്പുണ്ടോ? ദൈവജനമേ, ഇന്നേക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഭയത്തിൽ, വലിയ അതികഠിനമായ ഭയത്തിൽ ഞാൻ സർവശക്തനായ ദൈവത്തെ കണ്ടെത്തുവാൻ ഇടയായി. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു യുവാവായിരുന്നു. എങ്കിലും എനിക്ക് ദൈവത്തെ പരിചയമുണ്ടായിരുന്നില്ല. എന്നേക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് 2009-ാം ആണ്ടിൻ്റെ മാർച്ച് മാസത്തിൻ്റെ അവസാന തീയതികളിൽ എന്നെ സർവശക്തനായ ദൈവം കയറിപ്പിടിച്ചു. ആരെങ്കിലും അതികഠിനമായ പ്രശ്നങ്ങളിൽ പെട്ടവരുണ്ടോ? അതികഠിനമായ ഭയത്താൽ വീണുപോയ മനുഷ്യനായിരുന്നു. എൻ്റെ 10-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 3-ാമത്തെ എക്സാം എഴുതി. അതിൻ്റെ ശേഷം മഹാഭയത്താൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ തളർന്നുപോയി എന്നെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ആ സ്വർഗീയ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവം ആരാണ്? ആ ദൈവം ആസയെ കണ്ട ദൈവമാണ്. ആ ദൈവം എന്നെ കണ്ട ദൈവമാണ്. ഇന്നലെയും ഇന്നും എന്നും അനന്യനായി ജീവിക്കുന്ന ദൈവം. ഇന്നലകളിൽ യഹൂദിയിൽ അത്ഭുതങ്ങൾ ചെയ്ത യേശു ഇന്നിൻ്റെ നാളിൽ എനിക്കും അത്ഭുതകരമായ ഒരു സൗഖ്യം തന്ന ദൈവം. ഞാൻ മഹാഭയത്തിലായിപ്പോയി. എനിക്ക് എക്സാം എഴുതുവാൻ സാധിക്കുന്നില്ല. ഞാൻ പ്രയാസപ്പെട്ടു പോയി. എൻ്റെ പിതാവിനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. എന്നാൽ ഈ ലോകത്തിലെ അധ്യാപകൻ്റെ ആശ്വാസം എനിക്ക് മതിയായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട അമ്മ, എന്നെ കൂട്ടായ്മ യോഗങ്ങളിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മ ആ സർവശക്തങ്ങളിലേക്ക് നോക്കുവാൻ എന്നോട് പറഞ്ഞു. എനിക്കത് പരിചയമുണ്ടായിരുന്നില്ല. എനിക്ക് പരിചയമുണ്ടായിരുന്നെങ്കിലും ഞാൻ പോകുമായിരുന്നില്ല. ഞാൻ അനേക തവണ വചനം കേട്ട വ്യക്തിയായിരുന്നു. എന്നാൽ ഞാനൊരു നിരീശ്വരനായിരുന്നു. എനിക്കൊരു ദൈവത്തെ വിശ്വാസമുണ്ടായിരുന്നില്ല. ഞാൻ പള്ളി ആരാധനകളിലൂടെ നടന്ന വ്യക്തിയാണ്. എന്നാൽ നസ്രായൻ യേശുവിന് എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ഹിന്ദി എക്സാമും ഞാനും തമ്മിൽ ഒരു ദിവസത്തെ മാത്രം വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഭയം അതി കഠിനമായിരുന്നു. അന്ന് ഒരു ദൈവിക കൂട്ടായ്മയിലേക്ക് കർത്താവ് വിളിച്ചൊരു രംഗത്തേക്ക് പോകുവാനും അവിടുന്ന് സർവശക്തൻ്റെ വചനം കേൾക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. മഹാഭാഗ്യമായി പോയി. കർത്താവ് ഓരോരുത്തരെ ഓരോ രീതിയിൽ സന്ധിച്ചു കൊണ്ടിരിക്കുക.
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം അന്ന് എനിക്കെൻ്റെ മഹാഭയത്തെ ഭർഷിച്ചകറ്റിത്തന്നു. ആ ദൈവം എൻ്റെ ജീവിതത്തിലെ ആ ശൂന്യതയെ മാറ്റിത്തന്നു. ഞാൻ എൻ്റെ ചെറിയ ക്ലാസ്സുകളിൽ മഹാവികൃതിയായി, ബുദ്ധിയില്ലാത്തവനായി ജീവിച്ച വ്യക്തിയാണ്. ഞാൻ എൻ്റെ UKG തോറ്റുപോയ വ്യക്തിയാണ്. എൻ്റെ പിതാവ് ഒരു അധ്യാപകനായതുകൊണ്ട് അവിടുത്തെ സിസ്റ്റർമാർക്ക് പരിചയമുണ്ടായിരുന്നത് കൊണ്ട് എന്നെ 1-ാം ക്ലാസ്സിലേക്ക് പാസ്സാക്കി നിർത്തി. ഞാൻ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയി. എന്നാൽ ഞാൻ എൻ്റെ UP സ്കൂളിലേക്കൊക്കെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതം വായനാശാലകളിലേക്ക് പറിച്ച് നട്ടു. ഞാൻ ചിന്തിച്ചു, ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മാത്രമേ എനിക്കിനി ഒരു രക്ഷയുള്ളൂ. ഞാൻ അനേകം എഴുതും, എന്നാൽ എനിക്ക് മാർക്കുകൾ കിട്ടില്ല. എന്നാൽ ഞാൻ വായനശാലയിലൂടെ നിരീശ്വര പ്രസ്ഥാനങ്ങളിലേക്ക് പോയി. നിരീശ്വര ചിന്തകൾ എൻ്റെ ഉള്ളിൽ ബലപ്പെട്ടു വന്നു. എൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം അതികഠിനമായി പോയി. ഞാൻ മഹാദ്രോഹിയും, എൻ്റെ ഉള്ളിൽ അനേക ഭർസനങ്ങളും, എൻ്റെ ഉള്ളിൽ അനേക ലോക ചിന്തകളും വന്നു. എൻ്റെ ഉള്ളിൽ അശുദ്ധി പിടിപെട്ടു. ഞാനൊരു അശുദ്ധനായി തീർന്നു. എൻ്റെ ഉള്ളിൽ അശുദ്ധ ചിന്തകളായി പോയി. എൻ്റെ ഉള്ളിൽ അശുദ്ധി വന്നു തുടങ്ങി. എൻ്റെ ഉള്ളിൽ അശുദ്ധ സിനിമകൾ വന്നു തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ അനേക തെറ്റുകൾ വന്നു തുടങ്ങി. ഞാൻ എല്ലാവരോടും കോപിച്ചലർന്ന മനുഷ്യനായിരുന്നു. ആർക്കും എന്നോട് സംസാരിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നില്ല. ഞാൻ ഭയപ്പെടുത്തി വിടുമായിരുന്നു. എന്നാൽ എന്നെ കണ്ട ഒരു ദൈവമുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായി തീരുന്നതിന് മുമ്പ് എന്നെ കണ്ട ഒരു ദൈവമുണ്ട്. മകനെ, മകളെ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിഞ്ഞ ഒരു ദൈവമുണ്ട്. എൻ്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിച്ച ഒരു ദൈവമുണ്ട്. എന്നെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. മകനെ, മകളെ, നിനക്കൊരു അവസരം കൂടി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ ദൈവം എൻ്റെ പിറകെ നടന്നുകൊണ്ടേയിരുന്നു. 2009 ആണ്ടിൽ അന്ന് ഒരു അവസരത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു എന്നെയും പിടിച്ചു. ആ യേശു സ്നേഹമാണ്, ആ യേശു സത്യമാണ്, ആ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അന്ന് 10ാം ക്ലാസ്സിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ, അന്ന് 10A+ തുടങ്ങിയ സമയമാണ്. അന്ന് എനിക്ക് എല്ലാ വിഷയങ്ങൾക്കും 10A+ കിട്ടി. എനിക്ക് പാസ്സാകുവാൻ സാധിച്ചു. ഞാൻ ആ ഭൂമിയിലെ ജയത്തിൻ്റെ കഥ പറയുവാൻ നിൽക്കുകയല്ല. 12ാം ക്ലാസ്സിലും ഉന്നതമായ മാർക്കോടുകൂടി, എല്ലാ വിഷയങ്ങളും ഉന്നതമായ മാർക്കോടുകൂടി കർത്താവ് എന്നെ ജയിപ്പിച്ചു. അന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, എൻ്റെ യേശുവേ, ഒരത്ഭുതം 10ാം ക്ലാസ്സിൽ സംഭവിച്ചു, ഇത് വീണ്ടും എങ്ങനെ നടക്കും? എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധിയിൽ എന്നെ നിർത്തി തുടങ്ങി. അവൻ എന്നെ ജീവിതം പഠിപ്പിച്ചു തുടങ്ങി. അധ്വാനിക്കുവാൻ പഠിപ്പിച്ചു, പഠിക്കുവാൻ പഠിപ്പിച്ചു. വീണ്ടും എനിക്ക് എൻ്റെ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിനോട് പറഞ്ഞു, പഠിപ്പിക്കുവാൻ വേറെ വഴിയൊന്നുമില്ല. ബസേലിയോസ് കോളേജിൽ ഒരു അഡ്മിഷന് സാധ്യതയുണ്ട്, ഒരു ഡിഗ്രിയുടെ ഫോം മേടിച്ചു കൊള്ളാമെന്ന്. അന്ന് എൻ്റെ ആ ഒരു കുറവിൽ, എൻ്റെ ബലഹീനതയിൽ ഞാൻ എൻ്റെ മുഴങ്കാൽ മടക്കി സർവശക്തങ്ങളിലേക്ക് വീണ്ടും യാചിച്ചു. എൻ്റെ യേശുവേ, എനിക്ക് ബുദ്ധിയില്ല, എനിക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യാനുള്ള കഴിവില്ല. അന്ന് എൻ്റെ ആ കണ്ണുനീർ കണ്ട ഒരു ദൈവമുണ്ട്. എനിക്ക് ഗവൺമെൻറ് കോളേജിൽ വീണ്ടും എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. ഞാനന്ന് വിശ്വസ്തയോട് കൂടി നിന്നു. ഞാൻ സിനിമകൾക്ക് പോയില്ല. ഞാൻ എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിച്ച് കാത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ദുഷ്ടനായ പിശാച്, അതിനുശേഷം എനിക്ക് ഗേറ്റിന് അഡ്മിഷൻ കിട്ടി. തിരുവനന്തപുരം ജില്ലയുടെ ഭാഗത്തേക്ക് ഞാൻ പോയപ്പോൾ ആ പിശാച് എൻ്റെ പിറകെ കൂടുകയായിരുന്നു. അറക്കുവാനും മുടിക്കുവാനും വരുന്ന പിശാച്, സത്യമാനസാന്തരം ലഭിച്ചവരെയും വഴിയിൽ വീഴിക്കുവാൻ ശ്രമിക്കുന്ന പിശാച്. അന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഗവൺമെൻറ് കോളേജിലേക്ക് ഞാൻ പോയപ്പോൾ ഞാനൊരു വിശ്വാസിയായി അവിടേക്ക് പോയി. എന്നാൽ 1ാമത്തെ സെമസ്റ്ററിൽ കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഉന്നതമായ മാർക്കോടുകൂടി ഞാൻ വീണ്ടും പാസ്സായി. എന്നാൽ ആ വിപ്ലവ ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വീണ്ടും തികട്ടി വന്നു. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ ചിന്തകളെ പറിച്ചു മാറ്റി. ഞാൻ ക്ലാസ്സുകൾ കയറി തുടങ്ങി, കൊടി പിടിച്ചു തുടങ്ങി. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ അസമാധാനവും വർദ്ധിച്ചു വന്നു. എൻ്റെ ഹൃദയത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നു. എന്നാൽ ഞാനന്ന് ചിന്തിക്കുമായിരുന്നു, ഒരു ദേവദാസനെങ്കിലും എന്നെ ഒന്ന് വിളിക്കുമോ എന്ന് ഞാൻ ആ കൂട്ടായ്മ ബന്ധം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം, എന്നെ കൈവിടാത്ത ദൈവം, ഒരു ദേവദാസനിലൂടെ വീണ്ടും എന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മകനെ, മകളെ, ആരെങ്കിലും ഇപ്പോൾ ഈ വചനം കേൾക്കുന്നുണ്ടോ? ഒരു മാനസാന്തരത്തിലേക്ക് വന്നവനാണ് നീ. എന്നാൽ ഇപ്പോൾ നീ ക്രിസ്തുവിലല്ല. നിന്നെ കർത്താവ് വിളിക്കുകയാണ്. അന്ന് ആശയോടൊന്ന് പറഞ്ഞു നോക്കി, നീ എന്നിൽ ആശ്രയിച്ചാൽ മതിയായിരുന്നല്ലോ മകനെ എന്ന്.
സാധിച്ചില്ല. വീണ്ടും വാഴ്ചയുടെ 39-ാം ആണ്ടിൽ ഒരു ദീനം കൊടുത്തു നോക്കി, ദീനം അതികഠിനമാക്കി നോക്കി. എങ്കിലും ആസ സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞില്ല. പ്രിയ മകനെ, മകളെ, നീ ഇന്ന് അനുഭവിക്കുന്ന മനക്ലേശം, നീ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, നീ ഇന്ന് അനുഭവിക്കുന്ന പരാജയം, നീ ഇന്ന് അനുഭവിക്കുന്ന വലിയ ദീനം, നീ ഇന്ന് അനുഭവിക്കുന്ന രോഗക്കിടക്ക നിന്റെ മാനസാന്തരത്തിന് വേണ്ടിയുള്ളതാണ്. നിനക്കിത് വിശ്വസിക്കുവാൻ സാധിക്കുമെങ്കിൽ സർവശക്തനായ ദൈവം ഇന്ന് നിനക്കൊരു സത്യമാനസാന്തരം തരും. അങ്ങനെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് വീണ്ടും വരുവാനിടയായി. അന്ന് ഞാൻ ഒരു ദേവദാസൻ്റെ കൂടെ ജോലിയിൽ അന്ന് എനിക്കൊരു അസിസ്റ്റൻ്റായിട്ട് നിൽക്കുവാൻ സാധിച്ചു. ഞാൻ തുടക്കത്തിൽ ചിന്തിച്ചു ഞാൻ എങ്ങനെ സംസാരിക്കുമെന്ന്. ഞാൻ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചതും ശീലിച്ചതുമെല്ലാം അശുദ്ധ വാക്കുകളായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം എൻ്റെ നാവിൽ വിശുദ്ധിയുടെ വാക്കുകളെ വരച്ചു തന്നു. ഞാൻ വീണ്ടും ചിന്തിച്ചു, എൻ്റെ ദൈവമേ, അനേക അത്ഭുതങ്ങൾ എന്നെ കാണിച്ചു. ഞാൻ തോറ്റുപോയവനായിരുന്നു. എന്നെ ജയങ്ങൾ കണ്ടു നടത്തിയ ഒരു ദൈവമുണ്ട്, ജയിപ്പിച്ച് നടത്തിയ ഒരു ദൈവമുണ്ട്. എൻ്റെ ഉള്ളിൽ അശുദ്ധി ഉണ്ടായിരുന്നു, എന്നെ വിശുദ്ധനാക്കി തീർത്തിയ ഒരു ദൈവമുണ്ട്. അത് വീണ്ടും വിശുദ്ധീകരണത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു, ഭയത്താൽ ഞാൻ വീണുപോയവനായിരുന്നു. എൻ്റെ ഭയത്തെ നിമിഷ നേരം കൊണ്ട് ഭർഷിച്ചകറ്റിയ ഒരു ദൈവമുണ്ട്. എൻ്റെ ഉള്ളിൽ വിശുദ്ധിയുടെ ചിന്ത തന്ന ദൈവമാണ്. എൻ്റെ നാവിൽ അശുദ്ധ വചനങ്ങളെ മാറ്റി വിശുദ്ധി വരച്ചു തന്ന ദൈവമാണ്. ഞാൻ അവസാനം പ്രാർത്ഥിച്ചു തുടങ്ങി. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്ന് കേട്ടിട്ടുണ്ട്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ദാവീദ് പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ യാഗം എന്താണ്? തകർന്നിരിക്കുന്ന മനസ്സാണ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവമേ നീ നിരസിക്കില്ലല്ലോ എന്ന്. അന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവമേ, വചനം കേട്ടു തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി, വചനം കേട്ടു തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു, എൻ്റെ ഉള്ളിൽ നിന്നൊരു കണ്ണുനീര് പോലും വരുന്നില്ലല്ലോ എന്ന്. അന്ന് ദൈവം വീണ്ടും പറഞ്ഞു, മകനെ, നീ വീണ്ടും വീണ്ടും വെളിവപ്പെടേണ്ടിയിരിക്കുന്നു, നീ വീണ്ടും നിൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നു എന്ന്. എന്നാൽ ബലഹീനതയിൽ രാത്രിയുടെ യാമങ്ങളിൽ മുഴങ്കാലിൽ യഹോവയിലേക്ക് ചെന്നപ്പോൾ, ആ സ്വർഗത്തിൻ്റെ മുന്നിലേക്ക് ചെന്നപ്പോൾ, അവിടുത്തെ രക്തം മൂലം എന്നെ വീണ്ടെടുത്ത ദൈവം, അവിടുത്തെ രക്തം മുഴുവൻ കൊടുത്ത് എന്നെ വീണ്ടെടുത്ത സർവശക്തനായ ദൈവം, അവിടുന്ന് അവസാന തുള്ളി രക്തം എൻ്റെ പാപത്തിന് വേണ്ടി ആ കാൽവറിയിൽ യാഗമായി തന്ന ദൈവം എൻ്റെ ഉള്ളിൽ കണ്ണുനീർ തന്നു. ആ കണ്ണുനീരിന്നും പറ്റാതെ സർവശക്തങ്ങളിലേക്ക് നോക്കുവാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അന്ന് ആസയ്ക്ക് മനസ്സിലാകുന്നില്ല, ആസയ്ക്കത് പിടികിട്ടുന്നില്ല. ദീനമതി കഠിനമായി പോയി. 35 വർഷം എന്നെ കാത്ത ദൈവത്തെ ആസയ്ക്ക് പിടികിട്ടുന്നില്ല. എന്നാൽ ആസയുടെ പാരമ്പര്യത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു, അവനൊരാട്ടിടയനായിരുന്നു. അന്ന് ആ കാട്ടിൽ നിന്ന് ദൈവം വിളിച്ചു കൊണ്ടുവന്നവനാണ്. ഇശായിക്ക് വിലയുണ്ടായിരുന്നില്ല, അവൻ്റെ സഹോദരന്മാർക്ക് വിലയുണ്ടായിരുന്നില്ല. ദൈവം അവനെ വിളിച്ചു കൊണ്ടുവന്നു, അവനെ രാജാവാക്കി, രാജ്യം മൊത്തം അവനെ ഏൽപ്പിച്ചു. ഇസ്രായേൽ ജനത്തെ അവൻ നടത്തി. എന്നാൽ അവന് പാപം വന്നുപോയി. 2 ശമൂവേൽ അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലും മറ്റൊരു പ്രവാചകൻ അന്ന് നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ എന്ന്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന്. നീ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന്, നീ ഊരിയാവിനെ കൊല ചെയ്തു എന്ന്, നീ വ്യഭിചാരം ചെയ്തു എന്ന്. എന്നാൽ പിതാവിൻ്റെ 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 പിതാവാണ് അന്ന് ദാവീദ് രാജാവ് ഇപ്രകാരം പറയുകയാണ്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന്. അന്ന് ആസ ഇത്രമാത്രം കഠിനമായൊരു പാപം ചെയ്തിട്ടില്ല. എങ്കിലും ആസയുടെ ഹൃദയം അങ്ങ് കഠിനപ്പെട്ടു പോയി. എന്നാൽ വ്യഭിചാരം ചെയ്ത, എന്നാൽ കൊലപാതകം ചെയ്ത ആ ദാവീദ് പറയുകയാണ്, ഞാൻ പാപം ചെയ്തു പോയി എന്ന്. എൻ്റെ ദൈവമേ, 51-ാം സങ്കീർത്തനം അതിന് 4-ലേക്ക് വരുമ്പോൾ ദാവീദ് നിലവിളിക്കുകയാണ്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്ന്, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന്. അതിന് 11-ലേക്ക് വരുമ്പോൾ, നിന്റെ സന്നദ്ധിയിൽ നിന്ന് എൻ്റെ ദൈവമേ നീ എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് എൻ്റെ ദൈവമേ ഒന്ന്
തിരികെ തരാമോ എന്ന് ദാവീദ് നിലവിളിക്കുകയാണ്. തകർന്ന മനസ്സുമായി ദാവീദ് നിലവിളിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണെന്ന് ദാവീദ് പറയുകയാണ്. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന്. അന്ന് ആസയ്ക്ക് ആ ദാവീദിന് ഒരു പരിചയം വന്നാൽ മതിയായിരുന്നു. അന്ന് തകർന്ന മനസ്സുമായിട്ട് ദാവീദ് അന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് ചെന്നു. നെടുമ്പാടങ്ങ് വീണു. അന്ന് അങ്ങ് വീഴുകയാണ്, അന്ന് കരയുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ കൊലപാതകം ചെയ്തു പോയി, ഞാൻ പരസംഗം ചെയ്തു പോയി, ഞാൻ മഹാപാപിയാണ്, എൻ്റെ ഉള്ളിൽ അശുദ്ധിയുണ്ട്. അത് പറയുവാൻ ആസയ്ക്ക് സാധിച്ചില്ല. 39-ാം ആണ്ടിൽ പിടിച്ച ദീനം, അതിനുശേഷം 2 വർഷം കൂടെ യഹോവ ആസയ്ക്ക് കൊടുത്തു. 41-ാം ആണ്ടിൽ അന്ന് ആസ മരിച്ചു. വളരെ അപകടകരമായ ഒരു അവസ്ഥ. 35 വർഷം ദൈവസന്നിധിയിൽ പ്രശോഭിച്ചു നിന്ന ആ ദൈവദാസൻ 41-ാം ആണ്ടിലേക്ക് വരുമ്പോൾ അന്ന് ആ ബന്ധനത്തിൽ അകപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോയി. അന്ന് മരണം മൂലം അപകടത്തിലേക്ക് പോവുകയാണ്. ഹൃദയനുറുക്കവുമായി ആരെങ്കിലും ഇന്ന് വലിയ ദീനത്തിൽ പിടിപെട്ടവരായി, വലിയ അപകടത്തിൽ വീണവരായി, വലിയ ഭയത്തിൽ വീണവരായി വന്നിട്ടുണ്ടോ? അതികഠിനമായ ഭയത്തിൽപ്പെട്ടവർ വന്നിട്ടുണ്ടോ? അതികഠിനമായ ദീനവുമായി വന്നിട്ടുണ്ടോ? അതികഠിനമായ പുറത്തു പറയാൻ അറയ്ക്കുന്ന കുറ്റം ചെയ്ത ദാവീദിനെ പോലെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്ന് കർത്താവ് നിന്നെ സന്ധിക്കുവാൻ, നിന്നെ കാണുവാൻ, നിന്റെ മുഖമൊന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. ആ കണ്ണ്, യഹോവയുടെ കണ്ണ്, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ ഇപ്പോൾ ഇറങ്ങി വരുന്ന സമയമാണ്. നിനക്കൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? ക്രിസ്തുവിൻ്റെ രക്തത്തിന് പരിഹരിക്കുവാൻ സാധിക്കാത്ത വിഷയങ്ങളില്ല. ക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴുകിക്കളയുവാൻ സാധിക്കാത്ത പാപമില്ല. നിന്റെ പാപം എത്രമാത്രം ഹീനമായെങ്കിലും, നിന്റെ പാപം ആരോട് പറഞ്ഞാൽ അറയ്ക്കുന്നതായെങ്കിലും, നിന്റെ ഭർത്താവിനോട് പറയുവാൻ മടിയുണ്ടെങ്കിലും, നിന്റെ ഭാര്യയോട് പറയുവാൻ മടിയുണ്ടെങ്കിലും, അതേ വൃദ്ധ നിനക്ക് നിന്റെ ഭാര്യയോടും മക്കളോടും ഷെയർ ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിലും നിനക്കിപ്പോൾ ആ പുണ്യാരക്തം തളിക്കുന്ന സമയമാണ്. ആ രക്തം എന്നെ 15 വർഷങ്ങൾക്ക് മുമ്പ് തളിച്ച് ശുദ്ധീകരിച്ച് വിശ്വാസിയാക്കിയ രക്തമാണ്. ആ രക്തം ഇന്നേക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സൗലിനെ സന്ധിച്ച് പിടിച്ചു നിർത്തി പൗലോസാക്കി ജാതിയരിലേക്ക്, നമ്മളിലേക്ക് വിശ്വാസം പകർന്നു തന്ന സ്നേഹമാണ്. അന്ന് യെരിഹോവിന്റെ തെരുവീതിയിൽ കൂടി അനേകരുടെ കൂടെ നടന്നു പോയപ്പോൾ അന്നൊരു ഭർത്തിമായി അവിടെ നിലവിളിച്ചിരുന്നു. ആരും കേൾക്കുന്നില്ല, ആരും നോക്കുവാനില്ല. അന്ന് അനേക കൂട്ടത്തിലാണെങ്കിലും ആ ഏകൻ്റെ നിലവിളി കേട്ട ഒരു ദൈവമുണ്ട്. അന്ന് സക്കായി മരത്തിൻ്റെ മുകളിലായിരുന്നു. ആ മരത്തിൻ്റെ മുകളിൽ ആരും കാണാതിരുന്നതാണ്. അവിടെ വന്നപ്പോൾ നിന്ന് ആ സക്കായിയെ നോക്കി, മകനേ ഇറങ്ങി വരിക, നിന്റെ ഭവനത്തിൽ നീ ജീവിക്കണം, എനിക്ക് കഴിയണം എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. നിന്റെ ഏകാന്തതയിൽ, കൂട്ടായ്മയിൽ നിന്നെ ആരും കാണുന്നുണ്ടായിരിക്കില്ല. തൻ്റെ പള്ളിയിൽ വെച്ച് നിന്നെ കാണുവാൻ സാധിക്കുന്നില്ലായിരിക്കാം. നിന്റെ സഭയ്ക്കും നിന്റെ കൂട്ടായ്മയ്ക്കും നിന്റെ പ്രസ്ഥാനത്തിനും ഒന്നും നിന്നെ സ്നേഹിക്കുവാൻ സാധിക്കില്ലായിരിക്കാം. നിന്റെ അമ്മയ്ക്ക് നിന്നെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. നിന്റെ ഭാര്യയ്ക്ക് നിന്നെ സ്നേഹിക്കുവാൻ കഴിയുകയില്ലായിരിക്കാം. എന്നാൽ എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ സ്നേഹമുണ്ട്. അത് കാൽവറിയിലെ സ്നേഹമാണ്. ആ കാൽവറിയിലെ സ്നേഹത്തിന് മുമ്പിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാനല്ല ക്ഷണിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടുവാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ഒരേ ഒരു തീരുമാനമെടുക്കുവാൻ സാധിച്ചാൽ മതി. അനേക അപകടങ്ങൾ നിങ്ങൾക്കിന്ന് വന്നത് നന്നായി. ഇന്നൊരു തീരുമാനമെടുക്കുക. മനസ്സറിഞ്ഞ് ഞാനൊരു പാപത്തിലേക്ക് പോവുകയില്ല. പാപം ചെയ്യുമ്പോൾ എനിക്കിനി നടുക്കം വരും. ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. എൻ്റെ അശുദ്ധിയോടൊരു സ്ട്രോങ് നോ, എൻ്റെ അശുദ്ധ ബന്ധത്തോടൊരു സ്ട്രോങ് നോ, ബ്ലൂ ഫിലിമിനോടൊരു സ്ട്രോങ് നോ, എൻ്റെ അശുദ്ധ സിനിമകളോടൊരു സ്ട്രോങ് നോ, എൻ്റെ അഹങ്കാരത്തോടൊരു സ്ട്രോങ് നോ, എൻ്റെ പരിഭവങ്ങളോടൊരു സ്ട്രോങ് നോ, എൻ്റെ അവശതകളോടൊരു സ്ട്രോങ് നോ, എൻ്റെ നിരാശകളോടൊരു സ്ട്രോങ്
തോന്നുന്നു, എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളോടും എനിക്കിനി പരിഭവമില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അന്ന് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ ഭൂമിയിൽ എല്ലായിടവും മൂടാടി സഞ്ചരിക്കുമെന്ന് അന്ന് ആസയോട് പറഞ്ഞ ദൈവമാണ് എൻ്റെ യേശുവേ. അവിടുന്ന് ദാവീദ് നിലവിളിച്ചപ്പോൾ, ഹൃദയ നുറുക്കത്തിൽ നിലവിളിച്ചപ്പോൾ അവിടുന്ന് കേട്ട ദൈവമാണ്. അവിടുന്ന് ആ ഘോരമായ പാപത്തെ പുറത്തു കൊടുത്ത ദൈവമാണ്. അവിടുന്ന് സ്നേഹമാണ്, അവിടുന്ന് കരുണയാണ്, അവിടുന്ന് മനസ്സലിവാണ്. അവിടുന്ന് പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ ദൈവമാണ് എൻ്റെ യേശുവേ. ഇപ്പോൾ അപ്പ ഈ പാപികൾ, എൻ്റെ യേശുവേ, ഞാനും അപ്പ ആ തിരുസന്നിധിയിലേക്ക് വരികയാണ്. മനസ്സലിയണമേ, ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കണമേ, ആ ഹൃദയ കാഠിന്യമൊന്നും മാറ്റണമേ. ഞങ്ങൾ തീരുമാനമെടുക്കുകയാണപ്പ, പാപത്തിൽ ഇനി ജീവിക്കുകയില്ല. പാപത്തോട് ഞങ്ങൾ യാത്ര പറയുകയാണ്. അവിടുന്ന് പുതിയൊരാത്മാവിനെയും പുതിയൊരു ഹൃദയത്തെയും അടിയങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് തരണമേ അപ്പ. അവിടുന്ന് സമാധാനം തരണമേ. അവിടുന്ന് ഞങ്ങളുടെ പരാജയങ്ങളിലപ്പ അവിടുന്ന് ജയമെടുക്കണമേ. അവിടുന്ന് അടിയങ്ങളുടെ ദീനക്കിടക്ക ഒന്ന് മാറ്റി വിരിക്കണമേ അപ്പ. ഞങ്ങൾ അവിടുത്തെ സാക്ഷികളായി നിന്നുകൊള്ളാം, അവിടുത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഓടിക്കൊള്ളാം. അവിടുന്ന് രക്ഷയുടെ മുദ്ര ഞങ്ങൾക്കിന്ന് തന്നു വിരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കാണും വരെ അവിടുത്തെ ശക്തിയിൽ, അവിടുത്തെ രക്തത്തിൽ പൊതിഞ്ഞ് കാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹൃദയപൂർവ്വം അവിടുന്ന് അപേക്ഷിക്കുകയാണ്, ഹൃദയ നുറുക്കത്താൽ അവിടുന്ന് യാചിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതി, യാചനകൾക്ക് മറുപടി തന്നതിനാൽ സ്തോത്രം. ഒരിക്കൽ കൂടി എല്ലാം താഴ്ത്തി സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു നാമത്തിൽ കൃപയോടെ കേട്ടുത്തുള്ളുമാറാകണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്.